അസ്സലാമലൈക്കും എവ്രിവൺ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ റെസിപ്പിയായ മത്തി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മത്തി നന്നായി ഒന്ന് പുരട്ടി അതിൽ നല്ല രീതിയിലെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടി നമ്മുടെ മസാല തയ്യാറാക്കും വരെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ മസാലയ്ക്ക് വേണ്ടി 1 കപ്പ് ഉള്ളി, അതായത് സവാളയുടെ ആവശ്യമുണ്ട്. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എന്നിവ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറി വരും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി വെള്ളം അല്ലെങ്കിൽ കുടംപുളി വെള്ളം ഏതായാലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് വറ്റി വരുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മിക്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഇതിനായിട്ട് നമ്മൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് നമ്മുടെ മത്തി കുട്ടന്മാരെ ഒന്ന് നികത്തി കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുമാത്രമല്ല വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. ഈ ഒരു മത്തി ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് 1 പ്ലേറ്റ് ചോറ് ഉണ്ണാം. ഇത് മാത്രം മതി. അപ്പോൾ നമ്മുടെ മത്തി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി നമ്മൾ മസാലയിലോട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ആ മസാലയ്ക്കൊന്ന് ആ ഫ്രൈയിൽ പിടിക്കാനാണ്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.